മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിന് ഇന്ന് മുഖ്യമന്ത്രി തറക്കല്ലിടുന്നു. വൈകുന്നേരം 4 മണിയോടെ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് പരിപാടി. പ്രിയങ്ക ഗാന്ധി MP, റവന്യൂ മന്ത്രി കെ രാജൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, വിവിധ മന്ത്രിമാർ, ജില്ലയിൽ നിന്നുള്ള MLA മാർ, മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവരെല്ലാം ചടങ്ങിന്റെ ഭാഗമാകും. 7 സെന്റിൽ 1000 ചതുരശ്രയടിയിൽ ഒറ്റ നിലയിലാണ് വീടുകൾ ഒരുങ്ങുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും T. അനീസ് അലി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനീസ്, ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായോ? വലിയ കാത്തിരിപ്പിനൊടുക്കം, വലിയ മുറവിളികൾക്കൊടുക്കം, വിവാദങ്ങളും ചർച്ചകൾക്കും ഒക്കെ ഒടുക്കമാണ് ഈ ടൗൺഷിപ്പിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിലേക്ക് കടക്കുമ്പോഴും എൽസ്റ്റൻ്റെ പൂർണ്ണമായ അതൃപ്തി ഇപ്പോഴും മാറിയിട്ടില്ല. ഹൈക്കോടതിയിൽ ഇന്നും ആ കേസുണ്ട്. ഹൈക്കോടതിയിനകത്ത് എന്ത് നിലപാടെടുക്കുന്നു എന്നതും പ്രധാനമാണ്. പക്ഷേ തറക്കല്ലിടലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എന്താണ് എൽസ്റ്റണിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ, അനീസ്? തീർച്ചയായും ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി മുഖ്യമന്ത്രി ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഉയരുന്ന ടൗൺഷിപ്പിന് തറക്കല്ലിടും. എന്തായാലും വലിയ തരത്തിലുള്ള ഉത്സവാന്തരീക്ഷത്തിൽ തന്നെ പരിപാടി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാരുള്ളത്. ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ പന്തലിൻ്റെ പണി അവസാന സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 8 മാസത്തിന് ശേഷം ഇങ്ങനെ ഒരു തറക്കല്ലിടൽ നടക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ്, വലിയ സന്തോഷത്തിലാണ് ഈ വീട് കിട്ടുന്നത്. ഇപ്പോൾ വിജയലക്ഷ്മി ചേച്ചി ഇവിടെ ടൗൺഷിപ്പിൽ വീട് കിട്ടുന്ന ആളാണ് അല്ലേ? എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. കാര്യത്തിൽ ഞങ്ങൾ വീട് എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണല്ലോ. ഞങ്ങൾക്ക് ടൗൺഷിപ്പിൽ വീട് കിട്ടുന്നത് വളരെയധികം സന്തോഷം. ചൂരൽമല സ്കൂൾ റോഡിലായിരുന്നു. ചൂരൽമല സ്കൂൾ റോഡാണ്. ഞങ്ങൾക്ക് ടൗൺഷിപ്പിൽ വീട് കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട്. അതുപോലെ കിട്ടാത്തവർക്കും കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ 2 ദിവസം ഒരു വേനൽ മഴയൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് പ്രളയത്തിന്റെ അതേ സൗണ്ട്, ആ പ്രളയം വന്ന് ആ കാതിൽ ഇങ്ങനെ ചലച്ചിരുന്ന അതേ സൗണ്ടാണ് ഞങ്ങൾക്ക്. കിടന്നിട്ട് ഉറക്കമല്ല എണീച്ചിരിക്കുകയായിരുന്നു. പകലും അതെ, പകല് ഞങ്ങളത് പിന്നെ പേടിച്ചിട്ട് കട്ടിലിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് ഈ അതേ ഒരു സൗണ്ട്, തകരത്തിൻ്റെ മുകളിൽ വെള്ളം വീഴ ആ സൗണ്ട് തന്നെ ഇങ്ങനെ ചെവിയിലിങ്ങനെ അലയ്ക്കുന്നത്, പേടി തോന്നുക. തീർച്ചയായും സൈഫു, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് ഈ ചൂരൽമല ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ട ആളുകൾ പല സ്ഥലങ്ങളിലായി വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ഈ വേനൽ മഴ ഉണ്ടായപ്പോൾ വലിയ തരത്തിലുള്ള ആർപ്പ് വിളികൾ ഉയർന്നു. എന്താണ് സംഭവം എന്ന് വെച്ച് നമ്മൾ അന്വേഷിച്ച സമയത്ത് അവർക്ക് പഴയ ഓർമ്മകൾ വരികയാണ്. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനെ പ്രയാസങ്ങൾ, വീട് മൊത്തം നഷ്ടപ്പെട്ടു, അങ്ങനെ ആ പഴയ ഓർമ്മകൾ, കഴിഞ്ഞ തവണത്തെ പ്രളയത്തിൻ്റെ മഴയുടെ ഓർമ്മകൾ ഇപ്പോൾ ഈ വേനൽ മഴ ഉണ്ടായപ്പോൾ പോലും വലിയ തരത്തിൽ ആ ഒരു ട്രോമയിൽ നിന്ന് ഇപ്പോഴും അവർ മുക്തരായിട്ടില്ല എന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ അവർക്ക് വീട് കിട്ടുക. ഇപ്പോൾ ഈ വീട്ടിൽ ടൗൺഷിപ്പിൽ വീടുണ്ട്, അല്ലെങ്കിൽ 15 ലക്ഷം വാങ്ങി പോകാമെന്ന് പറഞ്ഞിരുന്നത് ടൗൺഷിപ്പാണ് തെരഞ്ഞെടുത്തത്. എന്താണ് അതിന്റെ ഒരു കാരണം? അല്ല, ഞങ്ങളവിടെ ഒരു കൂട്ടായ്മയായിട്ട് കഴിഞ്ഞിരുന്നതാണ്. എല്ലാവരും നല്ല ഒരു അമ്മര മക്കളെ പോലെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത് എല്ലാ കാര്യങ്ങൾക്കും. അപ്പം ഞങ്ങൾക്ക് ടൗൺഷിപ്പ് ആകുമ്പോൾ ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ പങ്കുവെക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും അങ്ങും പോയി വരാനോ എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ ഈ ടൗൺഷിപ്പിൽ എല്ലാ സൗകര്യങ്ങളും, സ്കൂള്, അതുപോലെ അംഗനവാടി, ആശുപത്രി പറഞ്ഞ് അപ്പം അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളെ കൂടെ എല്ലാവരും നഷ്ടപ്പെട്ടു പോയിരുന്നേ. രാവിലെ കണ്ടിരുന്ന ആൾക്കാർ ഒരു മിനിറ്റ്, ഒരു നിമിഷം കൊണ്ട് അവർ നഷ്ടപ്പെട്ടു. അവർ കരയായിരുന്നു, വെള്ളത്തിൽ ഒഴുകുമ്പോൾ അവർ കരയായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും സൈഫു, ചിരിക്കുന്ന മുഖത്തോടെയാണ് അവർ പറയുന്നതെങ്കിലും ഉള്ളിൽ വലിയ, ഇപ്പോൾ ഈ അവർ തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ആ മഴ പെയ്തപ്പോഴൊക്കെ അവർ കട്ടിലിൽ കയറിയിരിക്കുകയായിരുന്നു. അത് ആ ഒരു ട്രോമയിൽ നിന്ന് ആളുകൾ ഇപ്പോഴും മുക്തരായിട്ടില്ല. എന്തായാലും 8 മാസം കഴിഞ്ഞു. ഇപ്പോൾ ടൗൺഷിപ്പ് ഒരുങ്ങുമ്പോൾ അത്രയെങ്കിലും അവർക്കിപ്പോൾ നിലവിൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം കയറി കിടക്കാൻ ഒരു വീടുണ്ടായിരുന്നില്ല, വാടക വീട്ടിലായിരുന്നു. വാടക വീട്ടിൽ തന്നെ ഈ ആളുകൾ അന്ന് നൽകിയിരുന്ന വാടക പോരാ എന്നും അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ വീടുടമകൾ നൽകിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഇനി വാടക കൂട്ടി നൽകണം എന്നൊക്കെ പറയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ 6 മാസം കഴിയുമ്പോൾ ആളുകൾ ഇങ്ങനെ വാടക കൂട്ടി ചോദിക്കാനൊക്കെ തുടങ്ങുന്നു. വീടായിട്ടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതിനിടയിലാണ് ഇപ്പോൾ ടൗൺഷിപ്പ് ആകുന്നത്. ടൗൺഷിപ്പിന്റെ തറക്കല്ലിടലാണ് നടക്കുന്നത്. നമ്മൾ നിൽക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇതിനു വേണ്ട എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകാനുള്ള പണം കെട്ടിവെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് ഇതിൽ വേണ്ട ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ സ്ഥലം ഇപ്പോൾ നമ്മൾ
നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രി വരുന്ന തറക്കല്ലിടൽ ചടങ്ങ് നടക്കുന്ന സ്ഥലമാണ്. ഇത് കൽപ്പറ്റയിലെ ആ ബൈപ്പാസിനോട് ചേർന്ന പ്രദേശമാണ്. ബൈപ്പാസിനോട് ചേർന്ന സ്ഥലത്താണ് ഈ വേദി ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ടൗൺഷിപ്പ് ഇവിടെ അല്ല. ടൗൺഷിപ്പ് കുറച്ചുകൂടി എസ്റ്റേറ്റിൻ്റെ ഭാഗം തന്നെയാണ്. എസ്റ്റേറ്റിൽ തന്നെ കുറച്ചുകൂടി നീങ്ങി അങ്ങോട്ടാണ് ഇപ്പോൾ ആ തേയിലത്തോട്ടമൊക്കെ നിൽക്കുന്ന ആ ഭാഗത്താണ് ഇനി എസ്റ്റേറ്റ് ടൗൺഷിപ്പ് ഉയരാൻ പോകുന്നത്. എന്തായാലും ഇത് 8 മാസത്തിന് ശേഷമാണെങ്കിലും ആ ടൗൺഷിപ്പിന് തറക്കല്ലിടുന്നത് വലിയ തരത്തിലുള്ള സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ ഈ ഡിസംബറോട് കൂടി തന്നെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന്, അതായത് എസ്റ്റേറ്റ് ടൗൺഷിപ്പ് മുഴുവനായിട്ടല്ല, അതിലെ വീടുകളുടെ പണി എന്തായാലും ഒരു ഡിസംബറോട് കൂടി, ഡിസംബർ അവസാനത്തിനുള്ളിൽ ഈ വർഷം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ള കോൺട്രാക്ട് കമ്പനി നമ്മോട് പറഞ്ഞത്. അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ വർഷം തന്നെ പണി പൂർത്തിയാക്കാൻ കഴിയും. അതായത് ടൗൺഷിപ്പിലെ എല്ലാ സൗകര്യങ്ങളും അല്ല, ഈ വീടുകളുടെ പണി ഏകദേശം ആ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നവർ പറയുന്നുണ്ട്. എന്തായാലും ഈ വർഷത്തോടു കൂടി തന്നെ അവർക്ക് പുതിയ വീടുകളിലേക്ക് താമസം മാറാൻ കഴിയും എന്നാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, മെല്ലെപ്പോക്കുകൾ ഉണ്ടായില്ല, മറ്റ് അനിഷ്ടപരമായ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ, വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടി ഈ ടൗൺഷിപ്പിൽ അവർക്ക് താമസിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ടൗൺഷിപ്പിൽ വീട് ലഭിക്കുന്ന ആളുകളാണെങ്കിലും അതുപോലെ തന്നെ ഈ 15 ലക്ഷം രൂപ വാങ്ങി ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് കരുതി പോകുന്ന ആളുകളാണെങ്കിലും വലിയ ആശ്വാസമായിട്ടുണ്ട്. ആ ഒന്നാം ഘട്ട ഗുണഭോക്തൃ ലിസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ 242 പേരാണ് അതിലുണ്ടായിരുന്നത്. ഈ ആളുകൾ എല്ലാവരും തന്നെ ഇപ്പോൾ സമ്മതപത്രം നൽകി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ അവസാന ദിവസം. 24-ാം തീയതി ആയിരുന്നു അവസാന ദിവസം. ആ അവസാന ദിവസമാകുമ്പോൾ 7 പേരൊഴിച്ച് ബാക്കി എല്ലാവരും സമ്മതപത്രം നൽകി കഴിഞ്ഞിരുന്നു. പിന്നീട് 30-ാം തീയതി വരെയാണ് സമയം നീട്ടിക്കൊടുത്തത്. അതിനിടയിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമായപ്പോൾ തന്നെ മുഴുവൻ പേരും സമ്മതപത്രം നൽകി. ഒന്നുകിൽ ടൗൺഷിപ്പിൽ വീട് വേണമെന്നും അല്ലെങ്കിൽ ഈ ടൗൺഷിപ്പിൽ നിന്ന് വീടില്ല, പുറത്ത് ഞങ്ങൾ 15 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് വാങ്ങിപ്പോവുക. എങ്ങനെയായാലും രണ്ട് വിഭാഗത്തിലായും ആളുകൾ ഇപ്പോൾ അങ്ങനെ സമ്മതപത്രം നൽകി കഴിഞ്ഞിട്ടുണ്ട്. 12 വർഷത്തേക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നതാണ് ഇതിലുള്ള വ്യവസ്ഥ. ഈ ടൗൺഷിപ്പിൽ വീട് ലഭിക്കുന്ന ആളുകൾക്ക് ഈ വീട് സ്വന്തം പേരിലായിരിക്കും, പക്ഷെ അത് വിൽക്കാനോ മറ്റൊരാൾക്ക് കൈമാറാനോ ഒന്നും പാരമ്പര്യമായി കൈമാറുന്നതിന് തടസ്സമില്ല. അതേസമയം മറ്റൊരാൾക്ക് ഇത് വിൽക്കാനോ ഇത് ഒരിക്കലും കൈമാറ്റം ചെയ്യരുത് എന്ന ഒരു നിബന്ധന കൂടിയുണ്ട്. 175 പേരാണ് നിലവിൽ ഈ ടൗൺഷിപ്പിൽ വീട് വേണം എന്ന് പറഞ്ഞ് സമ്മതപത്രം കൈമാറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 67 പേർ വീടിന് പകരം 15 ലക്ഷം രൂപ എന്ന ഓഫർ സ്വീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ രണ്ടും കൂടെ 242 പേർ ഈ ഒരു ആദ്യഘട്ട ലിസ്റ്റിലുണ്ടായിരുന്ന മുഴുവൻ പേരും ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഒരു സമ്മതപത്രം നൽകി കഴിഞ്ഞിട്ടുണ്ട്.